Bruh. Yeah, boy. 有人，哎呦我的妈！Yeah, boy. 你别笑。എവിടേക്കാ ഈ ബസ് നിർത്തുന്നോട്ട് ഓട്ടോറിക്ഷ വിട്ടാ? ഞാനേ കോഴിക്കോട്ട് നിന്ന് വന്നതാണ്, മമ്പോർത്തേക്ക് സിയാറത്തിന് വന്നതാണ്. അങ്ങനെ ഞാൻ ഹൈവേമ പോയി നിന്നപ്പോ ബസ്സൊന്നും നിർത്തുന്നില്ല. അങ്ങനെ ചെറിയ റോട്ടുമ്പോൾ നിങ്ങൾ ചാടുമ്പോത്തിന് അവിടെയും ബസ് നിർത്തുന്നില്ല, രണ്ട് സൈഡും ബസ് നിർത്തുന്നില്ല. ഞാൻ അത് കുടുങ്ങിയിട്ട് ഇതൊരു പണി, ഇത് ഓട്ടോറിക്ഷ അങ്ങോട്ട് വിട്ടാ. ബസ് നിർത്തുന്ന സ്ഥലം ഇപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരു ബസ് സ്റ്റാൻഡേ ഉള്ളൂ. ഈ കൂടെ പോണ ബസ് എവിടെ നിർത്തലെന്ന് നമുക്കും അറിയില്ല. നിങ്ങളിപ്പോ ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടാല് ഇപ്പൊ നിങ്ങൾ അവിടെ നിർത്താം. ഇതേപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാന്നല്ലാതെ ബസ് നിർത്തൂല. ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടേ ആണ്ട് വിട്ടാന്നാള്. ഡ്രൈവറെ, ഇതാണ് എന്റെ അവസ്ഥ. ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വന്ന്. ഒന്നിക്കെ ബസ് സർവീസ് റോഡിന് പോവാ, അല്ലെങ്കിൽ ഹൈവേമ കൂടി പോവാ. ഇത് രണ്ടും ചെയ്തില്ല. ഒരേ ഹൈവേമ കൂടി പോവും, ഒരേ സർവീസ് റോഡിന് പോവും. ഈ മനുഷ്യർക്ക് എവിടെ ഇറങ്ങേണ്ടി എവിടെ കയറേണ്ടി എന്നുള്ള യാത്രക്കാർക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ രാത്രി സമയങ്ങളിൽ ഉദ്യോഗസ്ഥന്മാര്, ലേഡീസ്, ഫാമിലി ഒക്കെ ജോലി ചെയ്ത് രാത്രി സമയങ്ങളിൽ വീട്ടിലെത്താൻ വേണ്ടി ബസ്സിൽ കയ്യാട്ടും. അതുപോലെ തന്നെ ഹൈവേമലാവും ബസ് പോലെ. അപ്പൊ ആ ബസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഓട്ടോ വെച്ച് പോകേണ്ടി വരും. ഒന്നിട്ട് ബസ് സർവീസ് റോഡിൽ പോകുമ്പോൾ എന്താവും, ആളുകൾക്ക് കയറാനും ഇറങ്ങാനും അവരവരുടെ സ്ഥലത്ത് കറ്റായിട്ട് എത്തിപ്പെടാനും കഴിയും. പിന്നെ അതേ ബസ് ഹൈവേമ കൂടി കുറെ ആണ്ട് പോകും, പിന്നെ സർവീസ് റോഡിന് പോകും. അപ്പൊ എന്താവും, ഇവിടെ ഇറങ്ങേണ്ട ആള് കുറെ അപ്പുറത്ത് പോയി ഇറങ്ങേണ്ടി വരും. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ വെച്ച് പോകേണ്ടി. ഇതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോ ഇതിന്റെ നിയമം ചെയ്യുന്ന ആൾക്കാർ, ഇതിൽ ബന്ധപ്പെട്ട ആളുകൾ ആരാന്ന് വെച്ചാല്, ഒന്നിക്കെ ബസ് സർവീസ് റോഡിൽ പോവുക, അല്ലെങ്കിൽ ഹൈവേമ കൂടി പോവുക. ഇതിൽ രണ്ടിലും ഒന്ന് ചെയ്താല് ജനങ്ങളെ ബുദ്ധിമുട്ട് തീരുള്ളൂ. ഇതുകൊണ്ട് കുറെ പാവപ്പെട്ട ആളുകള് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. രാത്രി സമയങ്ങളും മറ്റുള്ള സമയങ്ങളും ഇതില് ബുദ്ധിമുട്ടിയ ഒരാളാണ് ഞാൻ. എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. പക്ഷെ ഇനി ചെയ്യുന്ന ഒരു കാര്യം, ഒന്നിക്കെ ബസ് സർവീസ് റോഡിൽ പോവാ, അല്ലെങ്കിൽ ഹൈവേ റോഡിൽ പോവാ. വണ്ടി എടുക്ക്.